കുഞ്ഞാക്ക, എന്തവിടെ? കുഞ്ഞാക്കാനെ കണ്ട് സമ്മതം ചോദിക്കാൻ ഉമ്മ പറഞ്ഞ്. നജീബിന്റെ കല്യാണം നിശ്ചയ നാളെ. നജീബിന്റെ? ദുബായിന്ന് വന്നിട്ട് ഒരാഴ്ചയായിന്ന്. ഇന്നലെ ഇത്താത്തയും അളിയനും വന്നിരുന്നു നിശ്ചയത്തിന് വിളിക്കാൻ. വന്നിട്ട് ഒരാഴ്ചയായിട്ടും ഓൻ എന്നെ ഒന്നും കാണാൻ തോന്നിയില്ലല്ലോ. അതിന് മാത്രം എല്ലാരോടും ഞാൻ എന്തേ ചെയ്തത്? കുഞ്ഞാക്ക സമ്മതിച്ച മാത്രമേ പോകുള്ളൂ എന്ന് ഉമ്മ പറഞ്ഞു. ആരുടെ സന്തോഷത്തിലാ കുഞ്ഞാക്കാക്ക് സമ്മതമില്ലാത്തത്? പോണം, നടക്കണം. നജീബിന്റെ കല്യാണം നടക്കണം. 25-ാം തീയതി ഞായറാഴ്ച. എന്തേ ഇല്ലാത്ത ലീവ് ഉണ്ടാക്കി വന്നിരിക്ക ഇവനെ? താമസിപ്പിക്കണ്ട. അതൊക്കെ നിങ്ങൾ തീരുമാനിക്കണ പോലെ. എന്നാ പിന്നെ അന്നത്തേക്ക് തന്നെ അങ്ങോട്ട് നിശ്ചയിക്കാം. ആയിക്കോട്ടെ. നിക്ക്. ക്ഷണിക്കാത്ത സദസ്സിലേക്ക് വലിഞ്ഞു കയറി വരല് സുൽത്താൻ വീട്ടിൽ പിറന്ന സുൽത്താൻ സക്കീർ ഹുസൈന് ചേർന്ന പണിയല്ല. സുൽത്താനല്ലേ അങ്ങാടി സുൽത്താൻ. സുൽത്താൻ വീട്ടിന്റെ നിലയും വിലയും കളഞ്ഞു കുളിച്ച് അങ്ങാടിത്തിന്റെ ആയിപ്പോയി. ഇക്കനി എന്ത് അന്തസ് നോക്കാനാ മജീദ്ക്ക? പക്ഷേ എങ്കിൽ എനിക്ക് നോക്കണം. നിലയും വിലയും അന്തസ്സും ഒക്കെ നോക്കണം. നല്ല ഒന്നാം തരം തറവാട്ടുകാരായി ഇരിക്കണവരൊക്കെ പെണ്ണ് കേസും പോലീസും തെമ്മാടിത്തരായിട്ട് നടക്കണ അന്റെ സ്നേഹവും സഹായവും തൽക്കാലം ഇപ്പൊരേല് എനിക്ക് ആവശ്യമില്ല. ആരെയും സങ്കടപ്പെടുത്താനും സഭ വഷളാക്കാനും വന്നതല്ല ഞാൻ. മജീദ്ക്ക, നിങ്ങളും നാട്ടുകാരും ഒക്കെ പറയായിരുന്നു എന്റെ സെലീനാന്റെ കല്യാണങ്ങളൊക്കെ മുടങ്ങിപ്പോണത് ഞാനുള്ള വയ്യായ വെളിപ്പെടുത്തുന്നുണ്ടാണ്. ഞാനൊരു വലിയ സത്യം മനസ്സിലടക്കി ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. ഇനി അത് പുറത്ത് പറഞ്ഞില്ല ആവത്ത. ആ സത്യം അവരോട് പറയണം, പറയാണ്ട് പറ്റൂല. ഈ വലിയൊരു സത്യക്കാരൻ അന്റെ ഒരുമ്പെട്ട സത്യവും ചരിത്രവും ഒക്കെ ലോകർക്കറിയാം. ഇനി പുതിയതെന്താ അങ്ങാടി സുൽത്താൻ എന്റെ പുറകെ കയറി വിളമ്പാനുള്ളത്? ഇറങ്ങി പോടാ ഇവിടുന്ന്. പോവാൻ തന്നെ വന്നത് പോവുകയും ചെയ്യും. മജീദ്ക്ക, നമ്മളെല്ലാം കൂടെ സ്വർഗം പോലെ ജീവിച്ച സുൽത്താൻ വീട്ടിൽ നിന്ന് കൊള്ളിമുറിച്ച് കുറ്റിയും പറിച്ച് നിങ്ങൾ ഇറങ്ങുമ്പോ നിങ്ങൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇറങ്ങാന്ന് പറഞ്ഞോനാ ഞാൻ. എന്നിട്ട് നിങ്ങൾ അവിടുന്ന് ഇറങ്ങി വീടും കുടുംബം ഉണ്ടാക്കി. ഇന്നിപ്പോ നിങ്ങളൊക്കെ വലിയൊരു ആഘോഷത്തിലാ. അത് മുടക്കാനല്ല, ഈ ഇരിക്കുന്നവരോട് ഒരു കാര്യം ചോദിക്കാനാ ഞാൻ വന്നു. നിങ്ങളെ കുട്ടിനെ കെട്ടാൻ പോണ ഈ നജീബ് ഒരു രണ്ടാം കെട്ടുകാരാണെന്ന് നിങ്ങൾക്ക് അറിയോ? രണ്ടാം കിട്ടും എന്തൊക്കെ തോന്നിയാസം ഇനി വിളിച്ച് പറയണത്? ഞാൻ പറഞ്ഞതല്ല സലാംക്ക, ഇവിടെ നടക്കാൻ പോണതാ തോന്നിയാസം. പടച്ചവും വെറുക്കാത്ത തോന്നിയാസം. നിങ്ങളൊക്കെ ദീനിന്റെ വിധി അനുസരിച്ച് ജീവിക്കണവരാണെങ്കിൽ മനസ്സിലായിക്കോളി. വിവാഹം കുടുംബജീവിതം എന്നൊക്കെ പറയണത് പരിശുദ്ധാക്കപ്പെട്ടൊരു കാര്യ. അള്ളയും റസൂലും ഖുർആനിലും ഹദീസിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കുറെ പൊന്നും പണവും ആൾക്കൂട്ടം ആർപ്പാടവും ഒന്നും അല്ലാതെ രണ്ട് ശരീരങ്ങളുടെ കൂടി ചെല്ലുമല്ല, രണ്ട് കൽബുകൾ തമ്മിലുള്ള ഉടമ്പടിയാ. പടച്ചോനെ മാത്രം സാക്ഷി നിർത്തിയിട്ടുള്ളൊരു കരാറ്. ഇണയായി തുണയായി ഹലാലായ ഭാര്യ ഭർത്താക്കന്മാരായ എന്ന് വെച്ചാൽ തോന്നുമ്പോ കൊള്ളാനും തള്ളാനും ഉള്ളതല്ലാതെ ഇവൻ ഒരിക്കലും ഒന്ന് കെട്ടിയോനാ. അതിലൊരു മോളുണ്ട്. കണ്ണി കണ്ട ഏതോ ഒരുമ്പട്ടോളെ കൂടെ പറപ്പിച്ച് കുട്ടി ജനിച്ച് അത് അങ്ങാടി പാട്ടാകുകയും ചെയ്ത്. എന്നിട്ട് ഒടുവിൽ അത് എന്റെ വിടലിൽ കെട്ടിവെക്കാനുള്ള സൂത്രപ്പണി കൊണ്ട് ഇവിടെ ഒന്ന് തൊള്ള പറഞ്ഞാലേ മൊയസിന് മൂത്തത് ഞാൻ നോക്കൂല. എനിക്ക് മൂത്തതല്ല ഇവൻ. ഇക്കളി ഞാനിവിടെ മൂപ്പിക്കൂല. സ്വന്തം പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചു, കുടുംബം നാനാവിതാക്കി, മരിച്ച് മണ്ണടിഞ്ഞ തന്തേനെ വരെ പറയിപ്പിച്ചു. ഒക്കെ ഏതോ ഒരു നായിന്റെ മൂക്ക് വേണ്ടി. എന്നിട്ട് എന്റെ മോന്റെ ജീവിതത്തിലെ ഇടങ്കോലിടാൻ കള്ളക്കഥയായിട്ട് വന്നാലിട്ടല്ല എന്റെ പിരാന്ത് ഞാൻ മാറ്റും. ഓ നായി. അടിച്ചിറക്കിക്കോ നിങ്ങൾ എല്ലാരും കൂടി തന്നെ. അതിന് ഈ ഒരു കാര്യം എന്നോട് പറയണം, ഇവിടെ അറിയോ ഇല്ലെന്ന്. നെഞ്ചത്ത് കൈവച്ച് പറയേ, ഇവിടെ എനിക്ക് അറിയൂല.
എനിക്കറിയില്ല. എനിക്കറിയാം. നിങ്ങൾ ഇപ്പൊ മോനും പറഞ്ഞ നായിന്റെ മോളത്, ആ ഒരുമ്പട്ടോളത്. ഇവിടെ പേരില ഞാൻ വീടിന് വേണ്ടാത്തവനായത്, ഞാൻ നടുറോട്ടിലായത്. പൊന്നു പോലെ ഞാൻ കൊണ്ടുനടന്ന എന്റെ കുടുംബം എന്റെ കയ്യിൽ നിന്ന് വീണുപോയത്. അനക്കറിയോ ഇവിടെ പേരില എന്റെ ജീവിതം ഒക്കെ എന്തിനായിരുന്നറിയോ? ഇവിടെ പോയി ചാവാണ്ടിരിക്കാൻ, ആ ശാവം ഈ പേറാണ്ടിരിക്കാൻ. ഞാനൊരു ശാപം പേരേണ്ടി വരില്ല. ഇവളാരാന്ന് എനിക്കറിയില്ല. ഇവളെ എനിക്കറിയില്ല, അറിയില്ല, അറിയില്ല. മൂന്ന് മൊഴിയും ചൊല്ലി ഉറപ്പിച്ച കെട്ടിയ പെണ്ണ് ഭാര്യ അല്ലാണ്ടാവും, ശരിയാ. പക്ഷെ 3 അല്ല 300 വട്ടം തള്ളി പറഞ്ഞാലും എന്റെ ചോരപ്പുറത്തെ കുഞ്ഞ് എന്റേത് അല്ലാണ്ടാവൂല. ഈ അതിന്റെ തന്ത അല്ലാണ്ടാവൂലടാ. കാത്തിരുന്ന ഒടുവിൽ കണ്ടപ്പോ എനിക്കൊക്കെ മനസ്സിലായി. ഇതുപോലെ ഒരാൾ എന്റെ കുഞ്ഞിന്റെ തന്തയാണെന്ന് പറയുന്നതിനേക്കാളും തന്തയില്ലാത്തൊരു കുഞ്ഞിനെ പോറ്റുന്നതാ നല്ലത്. വഴി തെറ്റിപ്പോയ ഒരുത്തിക്ക് എവിടുന്നോ ഉണ്ടായൊരു കുട്ടി. എനിക്കും എന്റെ മോൾക്കും ഇനി അത് മതി മേൽവിലാസം. ആരുമില്ലാത്ത എന്റെ കണ്ണീരിനും പ്രാർത്ഥനയ്ക്കും ഒരു ഈശ്വരന്മാരും മറുപടി തന്നില്ല. അന്ന് ഒരേട്ടനെ പോലെ എന്റെ കൂടെ നിന്ന ഈ മനുഷ്യൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടന്നു. എനിക്കൊരു പോറൽ പോലെ ഏൽക്കാതെ നോക്കി. ഈശ്വരന് തുല്യപ്പെട്ട ഈ മനസ്സ് ഇനി വേദനിപ്പിക്കാൻ, ആ ജീവിതം നാശാക്കാൻ ഇനി ഞാൻ നിൽക്കണില്ല. നിക്ക്, എവിടെയും പോണില്ല. 2 പെങ്ങന്മാരെ പോറ്റേക്ക് 3ാമതൊരു പെങ്ങളേറൂല. സ്വത്തും പണവും പുതിയ പെണ്ണും കുടുംബമൊക്കെ ആയിട്ട് ഈ സുഖമായിട്ട് ജീവിക്കുമ്പോ എന്റെ കണ്ണു മുന്നിൽ തന്നെ വളരും എന്റെ മോള്. ഞാൻ വളർത്തും. എന്റെ ബാപ്പുണ്ടാക്കിയ സുൽത്താൻ വീട്ടിൽ എമ്പാട് സ്ഥലണ്ട്. അന്നും ലോകര് പറയും എന്റെ കുട്ടിയാണ് എന്റെ പെണ്ണാണെന്നൊക്കെ. അല്ലാന്ന് അള്ളാക്കും എനിക്കും എനക്കും ഓക്കും ഉറപ്പുള്ളതുകൊണ്ട് നാക്കിനല്ലാത്ത ആ നായ്ക്കള അങ്ങാടിപ്പാട്ട് പുല്ലാണ്ടാ. സക്കീറേ, പോകാൻ വരട്ടെ. അന്റെ ഉപ്പ 1100 ഉറുപ്പിയായിട്ട് ഭൂമി കച്ചവടത്തിന് ഇറങ്ങും. പക്ഷേങ്കില് കല്യാണ കച്ചവടത്തിന് പോയിട്ടില്ല. കെട്ടിയോളെയും മക്കളെയും മറന്ന് ജീവിച്ചിട്ടില്ല. എന്റെ മോൻ ഉപ്പാന്റെ മൂത്തോക്കി പറഞ്ഞേ അനക്ക് ഇവളറിയില്ലെന്ന്. പറയടാ, അനക്കറിയില്ലേ ഇവളെ? അത് പറഞ്ഞു ഇല്ലെങ്കിൽ കൊല്ലും ഞാൻ. പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ഇവനെ ഞാൻ എന്റേതാവണമെന്ന് ഞാൻ ഒരുപാട് ആശിച്ചത. പക്ഷെ എന്നെ തള്ളി പറഞ്ഞപ്പോ എന്റെ വീട്ടുമുറ്റത്തിട്ട് തല്ലുന്നത് കണ്ടപ്പോ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറയേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്ക്. നമ്മൾ തമ്മിൽ അറിയില്ലെന്ന്, ആരുമല്ലെന്ന്. നജീബേ, ഓളിപ്പോഴും അൻ്റെത് മാത്ര. വേറൊരാൾക്ക് ഓള് കൗത്ത് നീട്ടി കൊടുത്തിട്ടില്ല. ഈ കൊടുത്ത മഹർ ഓള് പറയുമ്പോ താലി, അത് മുറുക്കി പിടിച്ച് അന്നെ മാത്രം കിനാക്കണ്ട് ജീവിച്ച അന്റെ പെണ്ണ ഓള്. കണ്ണകന്നപ്പോ കൽബകന്നത് അണക്ക ഓൾക്കല്ല. കോജരാജാവായ തമ്പുരാനെ, മുസ്ലിമായി പിറന്ന ഒരുത്തന് അന്യജാതിപ്പെട്ടൊരു പെണ്ണോ? മുസ്ലിമായി പിറന്നൊരുത്തന് അന്യജാതിയിലെ പെണ്ണിലൊരു കുട്ടി ഉണ്ടായല്ലോ, അത് മാറ്റാനും വായിക്കാനും കഴിയൂലല്ലോ. തെറ്റും ശരിയൊന്നും നമ്മളല്ലല്ലോ സലാംക്ക തീരുമാനിക്കണത്. ഇങ്ങോട്ട് പോരുന്നു. ഞങ്ങൾക്കാർക്കും വേണ്ടെങ്കിൽ വേണം ഇതിന്, വേണം ഈ പൈതലിന്. ഞാൻ തോളിലിട്ടോർക്കിയ, ഇങ്ങനെയൊക്കെ തോളിലിട്ടോർക്കിയ എന്റെ കുഞ്ഞുവിനെ
ആട്ടിയിറക്കി ഞാൻ ആർക്കാനും വേണ്ടി നേരത്തമ്മിലേക്ക് ഇറങ്ങി എന്റെ കുട്ടി. ആ അന്തി പോലെ നീലമ്മ അത് കഴിഞ്ഞു. തെറ്റിനെ തെറ്റുകൊണ്ടല്ല, ശരി കൊണ്ട് ജയിക്കണം. കുഞ്ഞകഞ്ഞാങ്ങളെ കരയരുത്, കരയിപ്പിക്കരുത്. തെറ്റെങ്കിൽ തെറ്റ്, ശരിയെങ്കിൽ ശരി. അവസാന തീർപ്പ് അള്ളാന്റെ കോടതിയിലാണ്. അവനോന്റെ വിധി അവനോൻ ഒറ്റയ്ക്ക് അനുഭവിച്ച് തീർക്കണം. അത് ദുനിയാവിലായാലും ആഖിറത്തിലായാലും. എന്റെ വിധി ഇതാ. സക്കീറേ നോക്കി, 1100 ഉറുപ്പിയുണ്ട് ആരാന്റെ ഭൂമി വെട്ടിപ്പിടിക്കുക. അതൊക്കെ പഠിച്ചിട്ടുള്ളൂ നമുക്ക്. അന്റെ മനസ്സൊന്നും മനസ്സിലാക്കാൻ ഞാൻ വളർന്നില്ല. എവിടെയും ജയിക്കണയ്യേ, ഇപ്പോഴും ജയിച്ചു. ഇവിടെയും ജയിക്കണ്ട മജീദ്ക്ക, നിങ്ങളാരും തോക്കണ്ടിരുന്നാ മതി. കുഞ്ഞോ, എവിടേക്കാ എന്റെ ഇറക്കം? ഉമ്മാ, ഉപ്പാന്റെ ഖബറടക്കം കഴിഞ്ഞ് പള്ളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങുമ്പോ മുന്നിൽ റോഡ്, ഇടത്തേക്കും വലത്തേക്കും എങ്ങട്ടാ നടക്കണ്ടെന്നറിയാതെ ഒരു നിപ്പ് നിന്നിട്ടുണ്ട് ഞാൻ. ഇപ്പോഴുണ്ട റോഡ് അവിടെ. ആ നടു റോട്ടമ്മിൽ നിൽക്കാൻ ഞാൻ. എങ്ങട്ടാ നടക്കണ്ട ഞാൻ? വീടിന് വേണ്ടി ജീവിച്ചോണ്ട് വീടില്ലാണ്ട് പോയോനാ ഞാൻ. കളിയാക്കില്ലേ നിങ്ങൾ അങ്ങാടി സുൽത്താൻ? സുൽത്താൻ കൊട്ടാരത്തിൽ കിടന്നാലും അങ്ങാടി കിടന്നാലും സുൽത്താൻ സുൽത്താൻ തന്നെയൊന്നും അതീന്ന് മനസ്സിലായി. വേണ്ട മജീദ്ക്ക, പിടിച്ചു തള്ളിയ മുറ്റത്തിഞ്ചി പിടിച്ചു നിർത്തണ്ട. കുഞ്ഞാക്ക, ഒരിക്കല് എനിക്കും വേണ്ടി എന്റെ കുഞ്ഞാക്ക ജീവിക്കാൻ തന്നെ മറന്നുപോയി. എന്നിട്ട് ഒടുവില് ആ എന്നെ തന്നെ മറന്നിട്ട് പോവാണോ നിങ്ങള്? എന്താ ഞാൻ ഈ കേട്ടത്? എന്താ എന്നോട് ചോദിച്ചത്? എന്നെ കൊണ്ട് അതിന് പറ്റുമോ മോളെ? അന്ന അനക്കൊത്തൊരിടത്തുണ്ടായി കൂട്ടിക്കെട്ടാണ്ട് എന്റെ മനസ്സുറങ്ങോ? സക്കീറേ, ബാപ്പാന്റെ സ്ഥാനത്ത് നിൽക്കണമെന്ന് എന്നും പറഞ്ഞുയേ. അന്നൊക്കെ നിക്കണ പോലെ ഞാൻ തോന്നിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാ, സുൽത്താൻ വീട്ടിലും ഇവിടെയും എവിടെയും സുൽത്താനായിട്ട് ഈ വേണം എന്നും. എന്റെ വിവരക്കേടുകൊണ്ട് അന്റെ പാട്ടിനെ പണ്ട് ഞാൻ കളിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് അന്റെ പ്രാണസഖി കേൾക്കാൻ ഒരു പൂതി. ഇവിടെ വെച്ചല്ല, സുൽത്താൻ വീട്ടില്. കുട്ടിയും പെട്ടിയൊക്കെ എടുത്ത് എല്ലാവരും ഒരുങ്ങിക്കോളി. എങ്ങട്ടാ? സുൽത്താൻ വീട്ടിലേക്ക്. നീട്ടി ഒരു ബിസിൽ കൊടുക്കും കുഞ്ഞാക്ക. ഇനി എപ്പോഴാ നിക്കണ്ട, മുന്നോട്ട് 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 പോട്ടെ.